പാപ്പൻ എന്തിനാണാവോ നമ്മളെങ്ങനെ നോക്കണുണ്ട്. പച്ച പാരിഷ്കാരി. ചെറിയൊരു പ്രശ്നം ഉണ്ടായി. സീസൺ പണ്ട് രാജാക്കന്മാർക്ക് വെറുതെ വഴി തെറ്റിയിരുന്നേ. കന്യാകുമാരി അറിയില്ലല്ലോ. രാജസ്ഥാൻ പോകുമ്പോൾ തണുപ്പുണ്ടാവും. ഞങ്ങൾക്ക് മണാലി പറ്റൂല ഗൈസ്. അപ്പൊ ഗൈസ് ഡൽഹി ഡേ 2. അപ്പോൾ നമ്മൾ താഴെ പോയിട്ട് ലഗേജ് അവിടെ കൊടുക്കും റിസപ്ഷനിൽ. എന്നിട്ട് നമ്മൾ നടക്കും എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ന്യൂനെ വിളിക്കും. എന്തിനും ഏതിനും ന്യൂനു. ലഗേജ് ഒക്കെ അവിടെ വെച്ച് ഡൽഹിയിലേക്ക് നമ്മൾ ഇറങ്ങണം. ഇതിലാണെങ്കിൽ 20 രൂപയും അതിലാണെങ്കിൽ 10 രൂപയും. ഇത് നമ്മൾ കൊണ്ടുപോകും തോന്നുന്നല്ലേ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. തിരിച്ചൊന്നും കൊടുക്കില്ല. 20 രൂപ കൊടുക്കണല്ലേ. ഞാൻ കൊണ്ടുപോകും. സ്ട്രീറ്റ് ഫുഡ് രാവിലെ തന്നെ കഴിക്കാൻ ഒരു ധൈര്യക്കുറവ്. സോ നമ്മൾ ആദ്യം ഒരു ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാട്ട് പ്ലാൻ? റെഡ് ഫോർട്ട് കരോൾ ബാഗിൽ നിന്ന് ലാൽ കിലയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 2 ലൈൻ ഉണ്ട്. അത് കാണൂല അതിൽ. സോ വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാം. എളുപ്പമാണ്. ബുക്ക് ചെയ്യാം. ഒരു നമ്പർ ഉണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത നമ്പർ കിട്ടും. സോ നമുക്ക് പോകാൻ മെട്രോ എത്തി. മാപ്പ് ഡിജിറ്റൽ അല്ല. അനൗൺസ്മെന്റ് ഇല്ല. വാണിംഗ് ഇല്ല. ഡോർ ക്ലോസ് ചെയ്യണേ തുറക്കണേന്റെ അനൗൺസ്മെന്റ് ഇല്ല. വാണിംഗ് സൈൻസ് ഇല്ല. അങ്ങനൊന്നുമില്ല. ആനക്കുട്ടി ഇല്ല. കൊച്ചി മെട്രോയിലുള്ള പോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഇല്ല. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു കോച്ചിങ് ഉണ്ട്. മൈ മിസ്റ്റേക്ക്. ഞാൻ എല്ലാ മെട്രോനെയും ഇങ്ങനെ ഒറ്റയടിക്ക് ജഡ്ജ് ചെയ്യാൻ പാടില്ലായിരുന്നു. ചില മെട്രോയിലൊക്കെ എന്തുണ്ട് സൗണ്ടും ബീപ്പും ഒക്കെ ഉണ്ട്. ഡിജിറ്റലാണ്. ഞാൻ എല്ലാ മെട്രോയും അങ്ങനെയാണ് ശ്രദ്ധിച്ചല്ല. അറിയില്ല. പഴയ മെട്രോ ആയിരിക്കും അത്. അതിന് സൗണ്ടും ഇതൊന്നുമില്ല. പക്ഷെ ഇതിന് മെട്രോ ബീപ്പും ഡിജിറ്റലൈസ്ഡ് ആണ്. ലൈറ്റ് കത്തും. ഞാൻ കാണിച്ചില്ല. അതൊക്കെ കൊച്ചി മെട്രോ കണ്ട് പഠിച്ചോ. കണ്ടോ ലൈറ്റ് കത്തുന്നത്. അവിടെയാണ് സ്റ്റോപ്പ് എത്താന്നുള്ളതൊക്കെ. പാപ്പൻ എന്തിനാണാവോ നമ്മളെങ്ങനെ നോക്കണുണ്ട്. പാപ്പ കൈമറിച്ച് കുറെ നേരം. പച്ച പാരിഷ്കാരി. ഗ്ലാസ് ഇട്. ഇതാണ് ഏറ്റവും നല്ലൊരു വഴി. ഇതാണ് ബുക്കിങ്ങിന്റെ ക്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തു. ഇപ്പോൾ ഡെബിറ്റ് കാർഡ് വഴിയാണെങ്കിൽ നമുക്ക് കുറവാണ്. ക്യാഷ് ആകുമ്പോൾ റേറ്റ് കൂടുതലാണ്. മാക്സിമം എല്ലായിടത്തും ഓൺലൈൻ ബുക്കിംഗ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, മെട്രോ ആയിക്കോട്ടെ, അതേപോലെ മ്യൂസിയംസ് ആയിക്കോട്ടെ. അപ്പോൾ മാക്സിമം നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അവോയ്ഡ് ക്യൂ. സോ റെഡ് ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. This is the main entrance actually. നിങ്ങളെ കറക്കാന് ഞാൻ കറക്കി തരാം. കുറേ ഷോപ്സ് ഉണ്ട്. ഉള്ളിൽ കച്ചവടമാണല്ലോ. കുറേ പറഞ്ഞാൽ കുറേ ഷോപ്സ് ഉണ്ട്. 2 സൈഡിലും ഇവിടെ ഷോപ്സ് ആണ്. ഇതിനൊക്കെ 50 റുപ്പീസേ ഉള്ളൂ. ये वाला सब 50. വടന്മാരെ യൂണിഫോം ആണ് തോന്നുന്നുണ്ട്.
ഗായ്സ് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. പ്രശ്നമല്ല, കുഴപ്പമില്ല. ഞങ്ങള് റിട്ടേൺ 5 മണിക്കാണ് രാജസ്ഥാനിലോട്ടുള്ള ട്രെയിന്. സോ അതിന് പോകണം. നമ്മൾ ആക്ച്വലി ഞങ്ങളെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സ് ഇവിടുന്ന് പോകണ്ടേ, അപ്പൊ അതില് സീറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞേനു. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തേനു, ഓൾറെഡി പറഞ്ഞതേനു. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായി, അവർ കുറച്ച് ആൾക്കാർ കൂടി. നമ്മളവർ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ, വെരി ബാഡല്ലേ. അപ്പൊ ഞങ്ങൾ ബസ്സിനോ ട്രെയിനിനോ വരാം, ബസ് കംഫർട്ടബിൾ ആവില്ല തോന്നുന്നു പറഞ്ഞു. ട്രെയിനിന് വരാന്ന് പറഞ്ഞു. ട്രെയിൻ ഭയങ്കര സ്പേഷ്യസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്, നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട്. അതെ, നമ്മൾ എന്തിനാ അവരെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണേ. സോ കൺവെൻഷൻ വരുന്നു. നമ്മള് ഇന്ന് റെഡ് ഫോർട്ട് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് ലഗേജസ് എടുത്ത് ഇന്ത്യ ഗേറ്റും കൂടി കവർ ചെയ്യാന്ന് അറിയില്ല. സമയം ഇപ്പൊ തന്നെ ഓൾറെഡി 12:45. വലിയ ട്രാവലേഴ്സിന്റെ അരികൾ ഫുള്ള് കണ്ടന്റ്. ഞങ്ങൾ ആദ്യമായിട്ട് കാണണം കോമഡി. ഇന്നലെ മെട്രോന്ന് 3 ആൾക്കാർ ചെക്കന്മാരല്ലേ, നമ്മള് വെയ്ത്താലങ്ങനെ നടന്നു. ഞങ്ങൾക്ക് വലിയ ആൾക്കാരെ ഞങ്ങൾ അവസാനം പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ്. നമ്മള് ഗൂഗിൾ നോക്കി ഞങ്ങളെല്ലാം പഠിച്ചിക്കണേ. മണ്ടന്മാരെ ഗൂഗിൾ നോക്കിയാൽ മതിയേനു, അവർക്കറിയില്ല. ആർക്കറിയാം. Kali kali sum sum, kali kali sum sum, kali kali sum sum, sum sum, kali kali sum sum. Na 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 na. ഗൈസ്, ജീവിതത്തിലെല്ലാം ടെമ്പററി ആണ്. സൗന്ദര്യം, പണം, സമ്പാദ്യം എല്ലാം ടെമ്പററി ആണ്. ബട്ട് വൈഫ് ഈസ് എ പ്രഗ്നന്റ്. സോറി, പെർമനന്റ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗ് മഹൽ, ശീഷ് മഹൽ, ദിവാനായി ഖാൻ, അങ്ങനെ കുറേ സാധനങ്ങൾ. റെഡ് ഫോർട്ടിനുള്ളിൽ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട്. ശീഷ് മഹൽ എന്നൊക്കെ പറഞ്ഞാൽ മിറർ പാലസ് ആണ്. അതായത് രംഗ് മഹലിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയോ ആയിട്ടുള്ള നോർത്തേൺ സൗത്തേൺ പാർട്ടിലാണ് എന്നാണ് പറയപ്പെടുന്നത്. കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ഇതിൽ കട്ടിങ്സ് കാവിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതെന്ന്. മുഗൾ ആർക്കിടെക്ചറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കൂ. ഷാജഹാൻ മുംതാസിനെ കറക്റ്റ് പോലെ ഞാൻ നിന്നെ ഇവിടെ എല്ലാ രാജാക്കന്മാരും അവരുടെ അഗ്നിമാരെ ഇവിടെ നിന്ന് കറപ്പിക്കുന്നു. എങ്ങനെ കറക്കണ കഥകൾ പറയണേ. ശരി, ഇവിടുന്ന് ഞങ്ങൾ കറക്കാൻ പോണത്. കറക്കലിന് പല മീനിങ്ങും ഉണ്ട് ഡാർലിംഗ്. സോ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു, പക്ഷേ നമുക്ക് സമയമില്ല. റെഡ് ഫോർട്ടിനുള്ളിൽ കയറി ഇവിടുത്തെ എല്ലാ മഹലും കണ്ടു. എല്ലാരും നടന്ന പാതയിലൂടെ നമ്മൾ നടന്നു. ഒരു പടക്കൂടെ നടന്നാൽ ഞങ്ങൾക്ക് എന്തോ ഇവിടെ ആർക്കുണ്ടാക്കി വെച്ചാ പാത്ത്, പിന്നെ ആർക്കുണ്ടാക്കി വെച്ചാ മനുഷ്യന്മാർക്ക് ഇതിൽ കൂടെ രാജാക്കന്മാർ നടന്നിരുന്നു. ഇപ്പൊ പെരുമാൾ രാജകുടുംബത്തിലെ അംഗങ്ങൾ നടക്കുന്നു. പെരുമാൾ രാജകുടുംബം ഞങ്ങൾ കുടുങ്ങിക്കുകയാണ്. ഇത് ഇങ്ങനെ കയറി ഒരുപാട് ഏരിയാസ് ഉണ്ട്. എക്സിറ്റ് എവിടെയാണെന്നോ ഒരു ഐഡിയ കിട്ടാനില്ല. പണ്ട് രാജാക്കന്മാർക്ക് വെറുതെ വഴി തെറ്റിയിരുന്നേ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വഴി തെറ്റൂലേ? രാജാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. നമ്മളവിടെ പോയി എന്തെങ്കിലും കഴിക്കാൻ വെച്ചു. ഒരു മ്യൂസിയത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിയത്തിലാണ്. ഇതെന്താ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സ്വേർഡ് ഷീറ്റ് ഓഫ് സ്വേർഡാണ്. സ്വേർഡും അതിന്റെ കവറുമാണിത്. ഇവിടെ ഇതാണ് എന്ത് കാർഡ്, ID കാർഡാണ്. ഇങ്ങനെയായിരുന്നു ഒരു ID കാർഡ്. ഇവിടെ കാണുന്ന മൊത്തം സുഭാഷ് ചന്ദ്രബോസിന്റെ സാധനങ്ങളാണ്. സാധനങ്ങളാണ്, അറിയില്ല. ഇതൊക്കെ പഴയ ഫോട്ടോസും പഴയ ചരിത്രങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. കുട്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സല്യൂട്ട് ആയിപ്പിക്കാനില്ല. കുട്ടിയില്ലല്ല, സ്വന്തം നേതാവ് നിങ്ങളല്ല, ഗാന്ധിജി. ആർജെ കഴിച്ചൊരു ആർജെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആർജെ എന്തോ ഇന്റർവ്യൂ ചെയ്യാനാണ്. കാര്യം മനസ്സിലായില്ല, പക്ഷെ നമുക്ക് നോക്കാം.
So education level is the upper of all countries. high education in Kerala. Yeah. So I am also Muslim. My name is Irfan Khan. Irfan Khan, yeah, player name. Irfan Khan. So thanks so much. താങ്ക് യു സോ മച്ച്. മൊത്തം 4 മ്യൂസിയം ഉണ്ട്. 4 എണ്ണം ഉണ്ട്. ദിസ് ഈസ് ആക്ച്വലി വെരി നൈസ്. ഇതുണ്ടോ ഇവിടെ ആർക്കിടെക്ചർ സ്റ്റൈല്. ഇവിടെ എനിക്ക് ഇഷ്ടമായി. ഒരു പോസ്റ്റ് ഓഫീസും കൂടെ ഇവിടെ കൊടുത്തന്നെ. ഇവിടുന്ന് പോസ്റ്റ് കാർഡ്സ് അയക്കാന്നാണ് ഇവർ പറയുന്നത്. അതായത് റെഡ് ഫോർട്ടിന്റെ പോസ്റ്റ് കാർഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കിട്ടും ഇവിടുന്ന്. ഗാന്ധിജി 1,500. 7,500. രസമുണ്ടല്ലേ? These are called vistas. ചെറിയ വഴി വലിയ വഴിക്ക് വരുന്നത്. ഇതിനാണ് നമ്മൾ vistas. 50 വർഷമായിട്ട് പാപ്പൻ ഇവിടെ തന്നെയാണ് കച്ചവടം ചെയ്യുന്നത്. അവർ പൂർവികരായിട്ട് അവർക്ക് കിട്ടിയ ഒരു സംവിധാനമാണ്. So that's all about Lal Killa. നമ്മള് ഒരുപാടുണ്ട്. എസക്കറുണ്ട്. എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ടാ. ഇവിടുന്ന് നല്ല ഫുഡ് എനിക്ക് സ്ട്രീറ്റ് ഫുഡ് മതി. Please, 20? 30 ആണ്. 30. ഇപ്പൊ നമ്മളെ തക്ഷന് നമ്മള് പോവാണ്. രാവിലെ വന്ന സ്ഥലത്തെത്തി. ഇവിടെ പാസ്ത ഉണ്ട്, പിന്നെയും പാസ്ത ഉണ്ട്. ഇവിടെന്നാ കുടിക്കണേ? ആരിപ്പോ പറഞ്ഞേ? ഇതാണ്. അതെന്താ വാങ്ങി? തയ്യല് യോഗട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടം. It's for yogurt lovers. ഇനി നമ്മൾ ITO മെട്രോ സ്റ്റേഷൻ തന്നെ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇത് നല്ലൊരു ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു അതൊരു എഡ്യൂക്കേഷണൽ ഏരിയ ആണ്. കുറേ കോളേജും കുറേ സ്കൂളും കുറേ അക്കാഡമീസ് ഒക്കെ ഉള്ള ഹൈടെക് അക്കാഡമീസ് ഒക്കെ വലിയ വലിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഇതൊക്കെ ഒരു സ്കൂളിന്റെ ഗേറ്റ് ആണ് ഗൈസ്. ആന്ധ്ര എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണത്. ഇത് ആക്ച്വലി ഒരു ചെറിയ സ്റ്റേഷനാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് സ്റ്റേഷന്റെ പേര് പോലും മനസ്സിലാവുന്നില്ല. ഗൈസ്, ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആവശ്യമില്ലാണ്ട് നടന്ന് വെയിറ്റും താങ്ങി നടന്നു പോയി. അതിപ്പം എന്തായി, ബുക്ക് ഓൺലൈനിൽ ചെയ്യലാണ് സാധാരണ ഞങ്ങൾ. അത് ഞങ്ങളെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്തില്ല. അതുകൊണ്ട് എന്തായി, മാഗി തിന്നാനായി. മാഗി ബുക്ക് ചെയ്യാൻ നേരത്തെ അവിടെ നിൽക്കുമ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തുകൂടെയാണ് കഴിക്കണേ. പിന്നെ പോകാതാണ്. നമുക്ക് ഓൺലൈനിൽ ഏത് ജനറൽ ടിക്കറ്റും എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. UTS എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എവിടേക്കുള്ള ജനറൽ ടിക്കറ്റും ക്യൂ നിൽക്കാണ്ട് ഓൺലൈനിൽ എടുക്കാൻ പറ്റും. ആരെങ്കിലും എടുത്തു തന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മളെ ഫോണിൽ തന്നെ ആ ടിക്കറ്റ് കാണണം. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. രാത്രിയാണ് നമ്മൾ ഇറങ്ങാൻ പോണ സ്ഥലം. 7 hours ഇനി ട്രാവൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചെറിയ ചെക്കന്മാരാണ് വലിക്കുന്നത്. രണ്ടെണ്ണോ വലിക്കും. 2 എണ്ണം. എനിക്ക് പ്ലാസ്റ്റിക് ഒന്നും കുഴപ്പമില്ല. അടിച്ചോ നിങ്ങളത്ര മനസ്സിൽ എനിക്കില്ല. സ്പൂൺ സ്വന്തമായിട്ട് കൊണ്ടുകൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. മുറിച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതില് ഞങ്ങൾ
എല്ലാത്തിലെ ഫ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. അതെ എല്ലാത്തും കുറിച്ച് കുട്ടി ഞങ്ങൾ നോക്കി പഠിപ്പിക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പറും ഇല്ല, കോച്ച് പൊസിഷനും ഇല്ല, ലിഫ്റ്റും ഇല്ല, വരണമെന്ന് അറിയില്ല, അനൗൺസ്മെന്റ് ഇല്ല. അനൗൺസ്മെന്റ് ഇല്ല, എവിടെ വരും അറിയില്ല. എവിടെയെങ്കിലൊക്കെ വരും പറഞ്ഞേ ആള്. കശ്മീർ തൂ മേ കന്യാകുമാരി. എന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. എന്താക്കിക്കാ പൊടി അടിച്ചിട്ടാണ് തരാം. ഞാൻ കണ്ണട വെച്ചിട്ടാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. എന്താണ് രസമുണ്ട്? രസമുണ്ട് പറയും എന്നിട്ടാ ഞങ്ങൾക്ക് ഇവിടെ ഒരു കൊറിയൻ മൂവീസിലും മറ്റേ ഡ്രാമാസിലൊക്കെ കാണൂലേ, മറ്റേ കാമ്പുക്ക് തണുക്കുണ്ട് പറയുമ്പോ ജാക്കറ്റ് ഊരി തരും. അതേപോലെ എനിക്ക് ജാക്കറ്റ് ഊരി തന്നു ശരിക്കും എന്നിട്ടൊരാൾ വിറച്ചിട്ട് ജാക്കറ്റ് ഊരി തന്നതേ ഓർമ്മയുള്ളൂ. അവിടെ പുതപ്പൊക്കെ ഇട്ട് കിടക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിപ്പയർഡാണ്. ഞങ്ങൾക്ക് അറിയില്ലല്ലോ രാജസ്ഥാൻ പോകുമ്പോൾ അത്ര തണുപ്പുണ്ടാവും. ഡൽഹിയിൽ തണുപ്പില്ല, രാജസ്ഥാൻ മണലാരണ്യത്തിലാണ് തണുപ്പ്. ഗൈസ് നമ്മളെ കൂട്ടാൻ കല്യാണ ചെക്കനെ അവിടെ വന്നിട്ടുള്ളത്. പാവ മനുഷ്യൻ. കാത്തിരിപ്പിനോട് 5 മിനിറ്റ് കൊണ്ട് നമ്മള് ഡെസ്റ്റിനേഷനിലെത്തും. വല്ലാത്തൊരു കാത്തിരിപ്പായിരുന്നു. കാത്തിരിക്കാൻ തുടങ്ങി. രാത്രി 2 മണിയായി. മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഇവര് ഒച്ചപ്പാടായിട്ട് ഇടക്കിടക്ക് പോലെ അടിയാണ്. അടി വിട്ടു. നോ മോർ ജനറൽ, നോ ജനറൽ. It's speed. No, it's a feeling actually, but no more general. പക്ഷെ നമുക്ക് സീറ്റ് കിട്ടിയോണ്ട് ഫസ്റ്റ് ടൈം സീറ്റ് കിട്ടിയോണ്ട് നല്ലൊരു സ്പേസിലായിരുന്നു. ഞങ്ങളടുത്ത് ട്രെയിന് ഞങ്ങൾ നിന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ചെന്നിട്ടുണ്ടോ ടോയ്ലറ്റ് നിർത്തിക്കിട്ടില്ല. ബാഡ് AC ഉണ്ടായിനെ. ബുക്ക് ചെയ്യാമായിരുന്നു. പറ്റിയില്ല. ഇമ്രാൻഖാനാണ്, ഇമ്രാൻഖാൻ. നിങ്ങൾ കേറിക്ക് ഒരു തിരക്കും ഉണ്ടാവില്ല. വളരെ സുന്ദരമായിട്ട് വരാനാണ്. ഇമ്രാൻ എന്ന് പറഞ്ഞ കല്യാണ ചെക്കനാണ്. അവനൊന്ന് കാണട്ടെ. Finally we are at our destination. പാട്ടിട്ട് തുടങ്ങാൻ മണ്ഡലം സ്റ്റേഷൻ നല്ല സ്റ്റേഷനാ. ഏത് പ്ലാറ്റ്ഫോം? ഹലോ ഹലോ ഞങ്ങൾക്ക് മണാലി പറ്റൂല ഗൈസ്. ആരെയും പറഞ്ഞിട്ട് വരുമോ? കല്യാണത്തൊക്കെ സർവൈവ്. സോ നമുക്ക് വേണ്ടി അവർ അങ്കിളിൻ്റെ വീട്ടിലെ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓവൻ ഉണ്ട് ഇവിടെ. എന്തിനാണ് ഫുഡ് ചൂടാക്കാൻ. ഫുഡൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ച് തണുക്കണ്ട. ഞാൻ ചോക്സ് വരുന്നില്ല. നമുക്ക് തന്ന ഫുഡ് എന്താ നോക്കാം. നമുക്ക് എന്തോ ഒരു ചോറ്, എന്തൊരു ചൂടാക്കണം. ഇങ്ങനെയാണ് ഇവിടെ നിന്ന് കാണാൻ ഒരു സ്ട്രീറ്റ്, നമ്മളെ ഏരിയ. ഞങ്ങൾ ഇങ്ങനെ വന്നാൽ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, ഇവിടെ വാഷ് ഏരിയ ഉണ്ട്. ഇതാണ് ഞങ്ങളെ റൂം. ഇത് അവരെ അങ്കിളിൻ്റെ വീടാണത്. അങ്കിളൊരു കേണൽ ഇവിടെ മേജർ ആയിരുന്നു. കണ്ടോ, മേജർ അങ്കിളിൻ്റെ പെട്ടി. ഇത് ഒരിക്കൽ ഞാൻ കൊടുന്ന് നുറുക്കല്ല മടക്ക്. ഫുഡ് തെറിച്ചോ? മതിയോ? നമ്മളൊരു 3 മണി ഇവിടെ എത്തിയപ്പോൾ മച്ച് ബൂസ് ലൈക്ക് റൈസാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്.
ബൈ. സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ഇനി നാളെ ചെയ്യുക. മുതൽ രാജസ്ഥാൻ സ്റ്റോറീസ്. യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. അസ്സലാമലൈക്കും. ഉറക്കം വരുന്നുണ്ട്. തണുക്കുന്നുണ്ട്, കാലൊക്കെ ചൊറിയാണ് തണുത്തിട്ട്. എന്താണാവോ. എന്നാ ശരി, ബൈ.